This video describes frequency diagrams അഥവാ ആവൃത്തി രേഖാചിത്രങ്ങൾ. ആദ്യമായി നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്ന വിധം പഠിക്കാം. A histogram is a graphical presentation of a frequency distribution of a continuous series. സന്തത ചരത്തിൻ്റെ ആവൃത്തി വിതരണത്തിൻ്റെ ഗ്രാഫിക്കൽ അവതരണമാണ് ഹിസ്റ്റോഗ്രാം. നോട്ട് ദി പോയിന്റ്സ്. 1. It is concerned with continuous series. സന്തത ചരങ്ങൾ മാത്രമേ ഹിസ്റ്റോഗ്രാം പരിഗണിക്കുന്നുള്ളൂ. Second one. Histograms are two-dimensional diagrams, whereas bar diagrams are one-dimensional diagrams. ഹിസ്റ്റോഗ്രാം ദ്വിമാനമായ രേഖാചിത്രങ്ങളാണ്, എന്നാൽ ബാർ ഡയഗ്രങ്ങൾ ഏകമാനമായവയാണ്. ബാർ ഡയഗ്രത്തിൻ്റെ ഉയരം മാത്രം പരിഗണിക്കുമ്പോൾ ഹിസ്റ്റോഗ്രാം ഒരേ സമയം ഉയരവും വീതിയും പരിഗണിക്കുന്നു. Number 3. The width of the rectangles represents the class interval and the height represent the corresponding frequency. വരയ്ക്കുന്ന ദീർഘചതുരങ്ങളുടെ വീതി ക്ലാസ് ഇടവേളകൾക്കനുസൃതവും ഉയരം ആവൃത്തിക്കനുസൃതവുമായിരിക്കും. Number 4. There are no space between the bars. ബാറുകൾ പരസ്പരം ഒട്ടിച്ചേർന്ന വിധത്തിലാണ് ഇവിടെ വരയ്ക്കുന്നത്. Number 5. Data in the form of inclusive series must be converted into exclusive series. ഇൻക്ലൂസീവ് ശ്രേണികളെ എക്സ്ക്ലൂസീവ് ശ്രേണികളാക്കി മാറ്റണം. ചോദ്യം ശ്രദ്ധിക്കുക. 0, 10, 10, 20, 20, 30 എന്നിങ്ങനെ ഈക്വൽ ക്ലാസ് ഇൻ്റർവൽസ് ഉള്ള ചോദ്യമാവാം ആദ്യം. ദി ടേബിൾ ഗിവൺ ബിലോ ഷോസ് marks in economics of the students in a school. Present the information in the form of histogram. Marks 0, 10, 10, 20, 20, 30 എന്നിങ്ങനെ 60, 70 വരെ. Students 5, 10, 15, 20, 15, 10 and 5. ഗ്രാഫ് പേപ്പറിൽ ഹിസ്റ്റോഗ്രാം ഓഫ് ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ എന്ന് ഹെഡിംഗ് എഴുതുക. എക്സ് അക്ഷം വരയ്ക്കുക. താഴെ മാർക്സ് എന്ന് രേഖപ്പെടുത്തുക. വൈ അക്ഷം വരയ്ക്കുക. അരികിലായി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് എഴുതുക. വൈ അക്ഷത്തിൽ വിവിധ അളവുകൾ ചിത്രത്തിൽ കാണുന്ന വിധം രേഖപ്പെടുത്തുക. എക്സ് അക്ഷത്തിൽ 0 മുതൽ 70 വരെ മാർക്ക് ചെയ്യുക. 5 നേരെ 0, 10 ക്ലാസിൻ്റെ റെക്റ്റാങ്കിൾ വരയ്ക്കുക. 10 നേരെ 10, 20 ക്ലാസിൻ്റെ ബാർ വരയ്ക്കുക. 15 നേരെ 20, 30 ക്ലാസിൻ്റെ ദീർഘചതുരം വരയ്ക്കുക. ബാക്കിയുള്ള ഓരോ ക്ലാസ്സിനും നേരെ ചിത്രത്തിൽ കാണുന്ന വിധം ബാറുകൾ വരയ്ക്കുക. ഓരോ ബാറിൻ്റെയും മുകളിൽ അവയുടെ അളവ് ചിത്രത്തിൽ കാണുന്ന വിധം രേഖപ്പെടുത്തുക. ഇതോടെ ഹിസ്റ്റോഗ്രാം പൂർത്തിയായി. ഇനി നമുക്ക് സമമല്ലാത്ത ഇടവേളകളുള്ള ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പഠിക്കാം. ഹിസ്റ്റോഗ്രാം ഓഫ് അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽസ്. വെൻ ദി ഡാറ്റ ഓഫ് ക്ലാസ് ഇൻ്റർവൽസ് ആർ അൺഈക്വൽ, width of the rectangles would be different. Before presenting the data in the form of graphs, frequencies of unequal class intervals should be adjusted. Formula to adjust frequencies of unequal class intervals is equal to class interval of the concerned class divided by lowest class interval. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് ആദ്യമായി ചെയ്തു നോക്കാം. പ്രസന്റ് ദി ഫോളോയിങ് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് എ ഹിസ്റ്റോഗ്രാം. പോക്കറ്റ് അലവൻസസ് 0, 10, 10, 20, 20, 30 വരെ ക്ലാസ് ഇൻ്റർവൽസ് 10 വീതമാണ്. എന്നാൽ 30, 50, 50, 80 എന്നീ ക്ലാസ്സുകളുടെ ക്ലാസ് ഇൻ്റർവൽസ് 20ഉം 30ഉമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. Number of students
10, 20, 25, 30 ആൻഡ് 15 എന്ന പ്രകാരമാണ്. സൊല്യൂഷൻ: പോക്കറ്റ് അലവൻസസ് 0, 10, 10, 20, 20, 30 ഈ ക്ലാസ്സുകളിൽ ക്ലാസ് ഇൻ്റർവെൽ 10 ആണ്. എന്നാൽ 30, 50 ക്ലാസ്സിലെ ക്ലാസ് ഇൻ്റർവെൽ 50 കുറയ്ക്കണം 30 സമം 20 ആണ്. 50, 80 ക്ലാസ്സിലെ ക്ലാസ് ഇൻ്റർവെൽ 80 കുറയ്ക്കണം 50 സമം 30 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് അൺഈക്വൽ അഥവാ അസമമായ ക്ലാസ് ഇൻ്റർവെൽ ആണെന്ന് നമുക്ക് വ്യക്തമായി. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10, 20, 25, 30 ആൻഡ് 15. അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ: കൺസേൺഡ് ക്ലാസ് ആയ 0, 10ൻ്റെ ക്ലാസ് ഇൻ്റർവെൽ 10നെ അതിലെ ഏറ്റവും ചെറിയ ക്ലാസ് ഇൻ്റർവെലായ 10 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് 10 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 1 എന്ന് ലഭിക്കുന്നു. അതുപോലെ 10, 20, 20, 30 എന്നീ ക്ലാസ്സുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കാണുന്നു. 30, 50 എന്ന കൺസേൺഡ് ക്ലാസിൻ്റെ ക്ലാസ് ഇൻ്റർവെലായ 20നെ ഏറ്റവും ചെറിയ ക്ലാസ് ഇൻ്റർവെലായ 10 കൊണ്ട് ഹരിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ നമുക്ക് 2 എന്ന് ലഭിക്കുന്നു. 50, 80 ക്ലാസിൻ്റേത് 3 എന്നും നമുക്ക് ലഭിക്കുന്നു. ഫ്രീക്വൻസി ഡെൻസിറ്റി: നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഥവാ ആവൃത്തി 10നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറായ 1 കൊണ്ട് ഹരിക്കുന്നു. അതുപോലെ 20, 25 എന്നീ ആവൃത്തികളുടെ ഫ്രീക്വൻസി ഡെൻസിറ്റി കാണുന്നു. ഫ്രീക്വൻസി 30നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറായ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 15 എന്നും ഫ്രീക്വൻസി 15നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറായ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 5 എന്നും ലഭിക്കുന്നു. ഒരു ഗ്രാഫ് പേപ്പർ എടുക്കുക. ഹിസ്റ്റോഗ്രാംസ് ഓഫ് അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് ഹെഡിംഗ് നൽകുക. എക്സ് അക്ഷം വരയ്ക്കുക. താഴെ പോക്കറ്റ് അലവൻസസ് എന്ന് രേഖപ്പെടുത്തുക. വൈ അക്ഷം വരയ്ക്കുക. അരികിലായി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് രേഖപ്പെടുത്തുക. വൈ അക്ഷത്തിൽ വിവിധ അളവുകൾ നൽകുക. അതുപോലെ എക്സ് അക്ഷത്തിലും വിവിധ അളവുകൾ നൽകുക. 0, 10 ക്ലാസിൻ്റെ ബാർ ഫ്രീക്വൻസി 10ന് നേരെ വരയ്ക്കുക. 10, 20 ക്ലാസിൻ്റെ ബാർ ഫ്രീക്വൻസി 20ന് നേരെ വരയ്ക്കുക. 20, 30ൻ്റെ ബാർ 25ന് നേരെയും വരയ്ക്കുക. 30, 50 ക്ലാസിൻ്റെ ബാർ ക്ലാസ് ഇൻ്റർവെൽ ഇരട്ടിയായതിനാൽ, അതായത് ബാറിൻ്റെ വീതി ഇരട്ടിയായതുകൊണ്ട് ഫ്രീക്വൻസി 30നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ 2 കൊണ്ട് ഹരിച്ച് 15ന് നേരെ ഉയരം പകുതിയാക്കി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് വരച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 50, 80 ക്ലാസിൻ്റെ ബാറിൻ്റെ വീതി 3 ഇരട്ടി കൂടുതലായതിനാൽ അതിൻ്റെ ഉയരം 3/1 കുറച്ച് 15ന് പകരം 5ന് നേരെയാണ് വരച്ചിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മോഡ് ക്യാൻ ബി ഫൗണ്ട് യൂസിങ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് മോഡ് കണ്ടെത്താം. സ്റ്റെപ്സ്: 1. ഡ്രോ എ ഹിസ്റ്റോഗ്രാം ആൻഡ് ഐഡൻറ്റിഫൈ ദി ഹയസ്റ്റ് റെക്റ്റാങ്കിൾ. ദിസ് കറസ്പോണ്ട്സ് ടു മോഡൽ ക്ലാസ് ഓഫ് ദി സീരീസ്. 2. Join the top corners of the model rectangle with the immediately next corners of the adjacent rectangles. 3. The point where the joining lines cut each other points to the model value. This value is determined by drawing a perpendicular from that point onto the x-axis. ഇവ വീഡിയോ കാണുമ്പോൾ കൂടുതൽ വിശദമാക്കാം. ഹിസ്റ്റോഗ്രാം വരച്ചതിന് ശേഷം ഏറ്റവും ഉയരം കൂടിയ മോഡൽ റെക്റ്റാങ്കിളിൻ്റെ ഇരുമൂലയിൽ നിന്നും ചിത്രത്തിൽ കാണുന്ന വിധം തൊട്ടടുത്തുള്ള 2 വശത്തെ ദീർഘചതുരത്തിലേക്കും സ്കെയിൽ ഉപയോഗിച്ച് ഡയഗണൽ വരയ്ക്കുക. ഇവ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്നും ഒരു നേർരേഖ എക്സ് അക്ഷത്തിലേക്ക് വരയ്ക്കുമ്പോൾ എക്സ് അക്ഷത്തെ ഛേദിക്കുന്ന ബിന്ദുവായിരിക്കും മോഡ് അഥവാ മോഡൽ വാല്യൂ. താങ്ക് യു.